അമേരിക്ക തുടർച്ചയായ 11ാം ദിവസവും ഇറാനിൽ വ്യോമാക്രമണം നടത്തി. ചൊവ്വാഴ്ച രാത്രി ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വീണ്ടും ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് ഇറാൻ ഉയർത്തുന്ന ഭീഷണി ചെറുക്കുകയും ഇറാന്റെ സൈനിക ശേഷി കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് ആണ് സെൻട്രൽ കമാൻഡ് പറയുന്നത് തന്നെ. ഇറാന്റെ സൈനിക ഓപ്പറേഷൻ കേന്ദ്രങ്ങൾ, നാവികസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വിമാന ഹാംഗറുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, ആയുധ ശേഖരങ്ങൾ, സൈനിക ലോജിസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്ക അവകാശപ്പെട്ടു. കഴിഞ്ഞ 3 മാസത്തിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 30ലധികം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും ഇതിലൂടെ നൂറുകണക്കിന് നാവികരുടെ സുരക്ഷ അപകടത്തിലാണെന്നും സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യത്തിന് വെല്ലുവിളി ഉയർന്നതായും കെൻടോം ആരോപിച്ചു. നിലവിലെ സംഘർഷാവസ്ഥയ്ക്കിടയിലും ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ ഗതാഗതത്തിനായി തുറന്നു കിടക്കുകയാണെന്നും അമേരിക്ക തന്നെ അറിയിക്കുകയും ചെയ്തു. മെയ് മാസത്തിന്റെ തുടക്കം മുതൽ ഏകദേശം 900 വാണിജ്യ കപ്പലുകൾക്കും 450 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സുരക്ഷിതമായി കടത്തിവിടുന്നതിനും അമേരിക്കൻ നാവികസേന സഹായം നൽകിയതായും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുകയാണ്. അതേസമയം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രിസ് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള സൈനിക കേന്ദ്രത്തിന് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക സമയം പുലർച്ചെ 2:40ഓടെയായിരുന്നു ആക്രമണം. നഗരത്തിന് സമീപമുള്ള സൈനിക മേഖലയെയാണ് ലക്ഷ്യമിട്ടതെന്ന് പ്രാദേശിക അധികൃതരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ ഖുസൈത്താൻ പ്രവിശ്യയിലെ ബഹ്ബഹാൻ, ഒമീദിയ നഗരങ്ങൾക്ക് സമീപമുള്ള മേഖലകളിലും അമേരിക്കൻ മിസൈൽ ആക്രമണം ഉണ്ടായതായി ഫാർസ് റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ തെഹ്റാന്റെ പടിഞ്ഞാറ്, കിഴക്ക്, വടക്കുകിഴക്കൻ മേഖലകളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായതിന്റെ ശബ്ദം കേട്ടതായി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ശൃംഖലയായ IRIB റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങളെയോ മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയോ അമേരിക്ക ലക്ഷ്യമിട്ടാൽ അത് യുദ്ധത്തിന്റെ വ്യാപനമായി കണക്കാക്കുമെന്ന് ഇറാന്റെ സായുധ സേനയുടെ സംയുക്ത ഓപ്പറേഷൻ കമാൻഡായ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം സാഹചര്യമുണ്ടായാൽ അമേരിക്കയുടെയും അതിന്റെ സഖ്യരാജ്യങ്ങളുടെയും സൈനിക സാമ്പത്തിക താൽപര്യങ്ങൾ ശക്തമായ ആക്രമണത്തിന് വിധേയമാക്കുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആക്രമണകാരനെ ശിക്ഷിക്കുന്ന സൈനിക നടപടി തുടരുമെന്ന് ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്പ് വീണ്ടും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. IRIB സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്ക തുടർച്ചയായ 11ാം രാത്രിയും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് IRGCയുടെ പുതിയ പ്രതികരണം വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ആശങ്ക പ്രകടിപ്പിക്കുകയാണ്.